ചിമ്മിനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചിമ്മിനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം പുറത്തുനിന്ന് ഒരു മനുഷ്യനെ അറിയത്തില്ല ചിമ്മിനിയാണ്. ഒരു മനുഷ്യനെ അറിയത്തില്ല ചിമ്മിനിയാണോന്ന് എല്ലാവരും ചോദിച്ചത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഹോം ടൂറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് ഏനാഞ്ചിറ പറയുന്ന സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ ഒരു വീടാണിത്. ഇപ്പോൾ ഇത് പണിത യൂണിക് ബിൽഡേഴ്സിൻ്റെ മിസ്റ്റർ ഹഫീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവരുടെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ, എത്ര സെൻറ്റ് സ്ഥലമാണ്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, എന്താണിത്? ഇത് 6 സെൻറ്റാണ്. 6 സെൻറ്റ് പ്ലോട്ടാണ്. ഇതിൻ്റെ അകത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, അതിൻ്റെ അകത്ത് 3 അറ്റാച്ച്ഡ് ആണുള്ളത്. പിന്നെ നോർമൽ 3 അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണുള്ളത്. ഓക്കെ, അപ്പം ഒരെണ്ണം കോമൺ ആണ്, ഒരു ടോയ്ലറ്റ് അല്ലല്ല, കോമൺ ഇല്ല, 3 അറ്റാച്ച്ഡ് തന്നെ ഇരിക്കുന്നത്. അതെ, താഴെ 2 ബെഡ്റൂമും മേളിൽ 2 ബെഡ്റൂം. അതെ അതെ. നമുക്ക് ആദ്യമായിട്ട് ഈ വീടിന്റെ എലിവേഷനെ പറ്റി ഒന്ന് നോക്കാം. ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്തത്? അതെ, നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷനും ഡിസൈനും നിങ്ങൾ തന്നെ? അതെ അതെ. ഓക്കെ, ഈ എലിവേഷന്റെ പ്രത്യേകത എന്താ നമ്മൾ ഇതിനകത്ത് പ്രത്യേകത? എലിവേഷനിൽ നമുക്ക് മെയിനായിട്ട് ഹൈലൈറ്റിംഗ് ഒരു വോൾ വേണമെന്ന് ക്ലയന്റ് പറഞ്ഞിരുന്നു. അപ്പം അത് പ്രകാരം നമ്മൾ ഹൈലൈറ്റിംഗ് വോൾ കൊടുത്തിട്ടുണ്ട് ആ സൈഡിൽ. ഇതല്ല, ക്ലാഡിംഗ് അല്ല, അപ്പുറത്തെ സൈഡ് വരുന്നത്. ഓക്കെ, പിന്നെ ഇന്നത്തെ ആ കാലത്ത് ആരും ചിമ്മിനി വെക്കാറില്ല. അപ്പോൾ ചിമ്മിനി വേണമെന്ന് കസ്റ്റമറുടെ ഒരു ഐഡിയ ആയിരുന്നു, വേണം മസ്റ്റായിട്ട്. അപ്പം നമ്മൾ ചിമ്മിനി കൊടുത്തുകൊണ്ട് അത് ചിമ്മിനിയാണെന്ന് അറിയാത്ത രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ബോക്സ് ആക്കി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതെ അതെ അതെ. മേളിലോട്ട് ആ ഒരു ഡിസൈൻ. അപ്പൊ ഇങ്ങോട്ട് സൈഡിലോട്ട് രണ്ടും പോകാവുന്ന രീതിയിൽ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഗ്രൂ കട്ടിങ് കൊടുത്തെടുത്തു. പിന്നെ ക്ലാഡിങ് കസ്റ്റമർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. ക്ലാഡിങ് വീട്ടിൽ 2-3 എടുത്ത് കൊടുക്കണമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സെൻട്രലായിട്ടും കൊടുത്തു. പിന്നെ ഫസ്റ്റ് ഫ്ലോർ വരുന്നിടത്ത് നമ്മളത് കൊടുത്തിട്ടുണ്ട്. അതെ, ബോക്സ് ടൈപ്പ് എലിവേഷൻ ആക്കി. നമ്മള് മെയിൻ ആയിട്ട് സിറ്റ് ഔട്ടിലേക്ക് വന്നാൽ ഇത് ടൈലാണോ ഗ്രാനൈറ്റ് ആണോ? ഗ്രാനൈറ്റ്. ഇത് എത്ര രൂപ വില വരുന്ന, എന്ത് റേഞ്ച് ഉള്ളത്? ഇത് 200 രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന ടൈൽസ് ഗ്രാനൈറ്റ്. നമ്മളിതൊരു പ്രീമിയം ആയിട്ട് ചെയ്ത അല്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. നമ്മൾ ഈ ഫ്രണ്ട് ഡോറിലേക്ക് വന്നാൽ ഇത് വുഡ് ആണ് അല്ലേ? അതെ. തേക്കാണോ? തേക്ക് വുഡിൽ പോളിഷ് ചെയ്തെടുത്തിരിക്കും അല്ലേ? അതെ അതെ. വിൻഡോ വരുമ്പോ ഇത് ആഞ്ഞിലിയാണ്, നമ്മൾ തേക്കിന്റെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിന് കിട്ടാനായിട്ട് സെയിം മാറ്റ് ഫിനിഷ് തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, 9 ഇഞ്ച് വിഡ്ത്തിലുള്ള ഡോറാണ്. ഓക്കെ, ഇനി നമ്മൾ അകത്തോട്ട് നോക്കിയാൽ ലിവിംഗ് സ്പേസ് ആണ് അല്ലേ? ഇതിങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ ഇവിടെ? ഇതിന്റെ അകത്ത് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ കസ്റ്റമർ പറഞ്ഞിരുന്നു നമുക്കൊരു ഓപ്പണായിട്ട് കിട്ടുന്ന ഒരു ഫീൽ വേണമെന്ന് പറഞ്ഞിരുന്നു, സെപ്പറേഷൻ ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ടാണ് ലിവിംഗിൽ നിന്നും നമുക്ക് ഡൈനിങ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് കിച്ചണ്, വർക്ക് ഏരിയ. അതെ അതെ. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പം 2 ബെഡ്റൂം വരുന്നുണ്ട്. അതിന് 2 അറ്റാച്ച്ഡ് ബാത്റൂം 2 സൈഡിലായിട്ട്. കോമൺ വാഷ് അവിടെയാണ് കോമൺ വാഷ് വരുന്നത്. ഈ സൈഡിൽ കൂടെ സ്റ്റെയർ കേസും മുകളിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റെയർ കേസിലേക്ക് വരുവാണെങ്കിൽ ഇത് എന്ത് ടൈലായിട്ടിരിക്കുന്നത്? സ്റ്റെയർ കേസിന്റെ ഫുൾ ബോഡി കജാരിയുടെ ഫുൾ ബോഡി ടൈൽസ് ആണ്. അതെ അതെ. ഓക്കെ, അല്ല ഇതിന്റെ റെഡിമെയ്ഡ് സ്റ്റെയർ കേസിന് കിട്ടുന്ന ടൈലാണ്? അല്ല, നമ്മൾ 4x2 എടുത്തിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ലെഗും കൊടുത്തിട്ട്. നമ്മളിത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നു. ഇതിന്റെ ഡോർ ഒക്കെ വുഡ് തന്നെയാണോ ചെയ്തിരിക്കുന്നത്? അതെ അതെ. പ്ലാവിന്റെ ഷട്ടറും ആഞ്ഞിലിയുടെ ഫ്രെയിമും. അതെ അതെ. അപ്പൊ ഇതിന്റെ ടൈൽസ് എല്ലാം സെയിം, ലിവിംഗിലെ എല്ലാം സെയിം ടൈൽ തന്നെയാണ്? സെയിം തന്നെ. അതെ. 4x2 ഒരേ ഫീല് വരാൻ, കേറി വരുമ്പോ തൊട്ട് ഒരേ ഫീല് കിട്ടാൻ വേണ്ടി സെയിം ടൈൽ ചെയ്തിരിക്കുന്നു. ഓക്കെ ഓക്കെ. ഇത് എന്ത് സൈസ് ഉണ്ടാവും ബെഡ്റൂം? ഇത് 11x13 ആ സൈസിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂമാണ്. ഇതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട് അല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി രീതിയിലുള്ള ടൈൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് മോഡലുള്ള ടൈൽസ് ആയത്? കാർബൺ സീരീസ്. നല്ലൊരു ഡിസൈനും ഒക്കെയാണ്. അതെ, കണ്ടിന്യൂവേഷൻ കിട്ടുന്ന ടൈലാണ്. അതിന് കമോഡും വോൾ മിക്സർ, വാഷ് ബേസിന്, അങ്ങനെയുള്ള ഷവർ, അങ്ങനെയുള്ള നോർമൽ കാര്യങ്ങളെല്ലാം ഇതിലും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതിന്റെ ഡോറ് ഫൈബർ ഡോറാണ് അല്ലേ? PVC ഡോറാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു. ഇത് ആ റൂമിനെക്കാട്ടി കുറച്ചും കൂടെ ചെറിയ സൈസ് അല്ലേ? ഇതിനും ആ സെയിം ടൈലും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഡോറ് അതേ സെയിം പ്ലാവും അങ്ങനെയാണ് ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് അല്ലേ? ഇത് വേറൊരു ടൈപ്പ് ഓഫ് മോഡലാണ് ഈ ടൈൽസ് അല്ലേ? ടൈൽസ് എല്ലാം നല്ല റേഞ്ച് വരുന്ന തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈൽസ് എല്ലാം. ഇതൊക്കെ എന്ത് റേഞ്ച് വരുന്നതായിരിക്കും? ഇത് ഒരു 80-90 per സ്ക്വയർ ഫീറ്റ് വരുന്ന ടൈൽസ്. അത്യാവശ്യം ലുക്ക് ഉള്ള ഒരു ടൈൽസ് ആണ്. ഇവിടെ ആ രീതിയിൽ തന്നെയുള്ള ക്ലോസറ്റ് ജോൺസന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. ജോൺസന്റെ പ്രീമിയം ലുക്ക് വരുന്ന ക്ലോസറ്റ് ആണ്. ക്ലോസറ്റ്, വാഷ് ബേസിന്, വോൾ മിക്സർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിന് നേരെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. കിച്ചൺ ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഇന്റീരിയറുള്ള നിങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നതാണോ? അതെ അതെ. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇതെന്തും പറ്റില്ല. ഇത് UV ഷീറ്റ് ആണ്, അലൂമിനിയം UV ഷീറ്റ്. ഇതിനകത്ത് ഫിറ്റിംഗ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്. ബാസ്കറ്റ്,
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെ ഇതിന്റെ ടൈൽസ് വേറൊരു വുഡൻ ഫിനിഷ്. വുഡൻ ഫിനിഷിങ്. അതെ ഇവിടെ ഈ സൈഡിലും ഇതെല്ലാം യുവിറ്റിനുള്ള കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അതെ ഇവിടുന്ന് ചേർന്ന് ഇവിടെ ഒരു വർക്ക് ഏരിയ. ഇവിടെയാണ് നമ്മൾ ആ ചിമ്മിനി അടുപ്പിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അതെ സാധാ ചിമ്മിനി അടുപ്പ് തന്നെയാണ്, പുകയില്ലാത്ത അടുപ്പല്ല, സാധാ ചിമ്മിനി. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്ന ആദ്യത്തെ ബെഡ്റൂം അല്ലേ? അതെ മൊത്തത്തിൽ മൂന്നാമത്തെ ബെഡ്റൂം ആണിത്. ഇതും ആ താഴത്തെ സെയിം സൈസ് ഏരിയ തന്നെ വരുന്ന ബെഡ്റൂം ആണ്. ആ സെയിം ടൈല് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇത് വേറൊരു പാറ്റേൺ ഉള്ള ടൈൽസ് ആണ് അല്ലെ? ഇലയുടെ ഒക്കെ ഒരു ഡിസൈൻ ഒക്കെ ഉള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സെയിം താഴത്തെ സെയിം സൈസ് തന്നെ ടോയ്ലറ്റ് അല്ലേ? ഓക്കെ. ഇതിലും ക്ലോസറ്റ്, വാഷ് ബേസിന് എല്ലാം ഒരു അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിലുള്ളതിന് കൊടുത്തിട്ടുണ്ട്. ഇത് നാലാമത്തെ ബെഡ്റൂം ആണ്. ചെറിയ സൈസിലുള്ള ഒരു റൂമാണ്. ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല. ആ സെയിം ടൈലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ ഫ്ലോറിംഗ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 വാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് ഒരു എലിവേഷന്റെ ഇത് വരുന്ന രീതിയിൽ ഫ്രണ്ടിലോട്ട് ഒരു 3 വാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ഓപ്പൺ ടെറസ് ഉണ്ട്. ഇത് ഫ്രണ്ട് സൈഡിലുള്ള ഓപ്പൺ ടെറസ് ആണ് അല്ലേ? നമ്മൾ എലിവേഷനിൽ കണ്ട പോലെ ചിമ്മിനി ഇതാണ് വരുന്നത്. ഇതിന്റെ 2 സൈഡിലോട്ടാണ് പോകാനായിട്ടുള്ള ഹോൾസ് ഇട്ടിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ ഇല്ല അല്ലേ? ഓക്കെ. മേളി വരുമ്പോൾ അത് ചിമ്മിനിയാന്ന് അറിയത്തുള്ളൂ. ഫ്രണ്ടിൽ നോക്കുമ്പോൾ അറിയത്തില്ല. ഓക്കെ. ഇതിപ്പോ നല്ലൊരു ബാൽക്കണി പോലെ ഒരു സ്പേസ് ഹാൻഡ് റെയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 2 ലെവലായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അതെ സിറ്റ് ഔട്ട് വാർത്തിരിക്കുന്നു. ഓക്കെ. ഇതിന്റെ സെയിം തന്നെ ഓപ്പോസിറ്റ് ടെറസ് ഉണ്ട്. വീടിന്റെ മൊത്തത്തിലുള്ള വീഡിയോ നമ്മൾ കണ്ടു. അപ്പം ഇതിന്റെ ഓണർ നമ്മോടൊപ്പം ഉണ്ട്. സാറിന്റെ പേരെങ്ങനെ? എന്റെ പേര് രാജേഷ്. രാജേഷ്. മാഡത്തിന്റെ പേര്? സുജ രാജേഷ്. മോളല്ലേ? നന്ദന. ഓക്കെ. നമ്മളിപ്പം യൂണിക് ബിൽഡേഴ്സ് ആണല്ലോ ഇതിന്റെ ഫുൾ വർക്ക് ഡിസൈനിങ് ഉൾപ്പെടെ എല്ലാം ചെയ്തത്. നമുക്ക് മെയിൻ ആയിട്ട് ഒരു അവരെ പറ്റിയുള്ള ഒരു അഭിപ്രായം എങ്ങനെ? ഇവർ പറഞ്ഞ സമയത്ത് ചെയ്തോ? നിങ്ങൾ ആവശ്യപ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും അത് തന്നെ. നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഓഫീസ് ബോയെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചു. ഞാൻ അത് കഴിഞ്ഞ് ഇതിന്റെ ഒരു എനിക്കൊരു ഡ്രോയിങ് വേണമെന്ന് പറഞ്ഞ് വരച്ചു തന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് നമുക്കിത് വന്ന് നോക്കി നടത്താൻ ആരുമില്ല, സ്ഥലത്തില്ല, ഞങ്ങൾ രണ്ടുപേരും പുറത്ത് ജോലി ചെയ്യുന്നു. പിന്നെ മോളുണ്ട്, അച്ഛനും അമ്മയും പ്രായമായവരാണ്. അപ്പൊ നമ്മള് പുള്ളിയോട് അഡ്വാൻസ് നമ്മൾ പറഞ്ഞു നമുക്കിങ്ങനെ വേണം. അപ്പൊ പുള്ളി പറഞ്ഞു അതൊരു പ്രശ്നമില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ പുള്ളി ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളി എനിക്ക് ചെയ്തു തന്നു. നമ്മൾ ആരും വന്ന് നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. 4 ബെഡ്റൂം അതെല്ലാം നിങ്ങളുടെ റിക്വയർമെന്റ് ആയിരുന്നല്ലോ? അതെ. 4 ബെഡ്റൂം വേണം, 3 ബാത്റൂം വേണം, എനിക്കൊരു 2 കിച്ചൺ, ഒരു മോഡേൺ കിച്ചണും ഒരു ചിമ്മിനി വേണം എന്നുള്ളത് പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളിയാണ് ചിമ്മിനി പുറത്തറിയാത്ത രീതിയിൽ എനിക്ക് ഡിസൈൻ ചെയ്തു തന്നത്. എല്ലാം ഭംഗിയായിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് തീർത്ത് തന്നു. പിന്നെ ഞാനാണ് കുറച്ചുകൂടെ ലേറ്റ് ആക്കിയത്. എനിക്ക് ലീവില്ല. അപ്പോ ആ ലീവിനനുസരിച്ച് തീർത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പുള്ളി കുറച്ചുകൂടെ ഡിലേ ആക്കി. ഒരാഴ്ചയായി. ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്? പിന്നെ പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെ ഒരു പരാതിയില്ല. പിന്നെ ചെറിയ മെയിൻ്റെനൻസ് ഉണ്ട്. അത് ഓഫീസ് ബോയ് എനിക്ക് കംപ്ലീറ്റ് ചെയ്തു തരാമെന്ന് പറയുന്നത്. മാഡത്തിന്റെ അഭിപ്രായം കൂടെ ഒന്ന് പറയാം. അത് തന്നെ നല്ല അഭിപ്രായം മാത്രമേ. അപ്പൊ ഇനി തുടർന്ന് ആർക്കെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വെളിയിലുള്ളവർക്ക് സജസ്റ്റ് ചെയ്യും. വന്ന് നോക്കാൻ ആരും ഇല്ലാത്തവർക്ക് പുള്ളിയാണ് ബെറ്റർ ഞാൻ പറഞ്ഞിട്ട്. കാരണം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ചെയ്യാവുന്ന ഞാൻ ഒരു കോൺട്രാക്ട് കമ്പനി, വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു വർക്ക് എങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു രീതിയിലാണ് പുള്ളി എനിക്ക് ചെയ്തു തന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര നേരിട്ട് എപ്പോഴും പറയും, അത് ആരോടും പറയും. ഇവിടെ നാട്ടിൽ ആരും ഇല്ലാത്തവർക്കൊക്കെ സൂപ്പർ. നമ്മൾ അങ്ങനെ ഒരു ഇതാണ്. നമുക്ക് പുള്ളി വന്ന് അതുപോലെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്നു. അവർ ഒരു ഇതും ഇല്ലാതെ നമ്മൾ പറഞ്ഞു അതുപോലെ എനിക്ക് ചെയ്തു തന്നെ. നമ്മൾ അതിനകത്ത് പൂർണ്ണ തൃപ്തിയായി. അടുത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ്. അല്ല, നമ്മൾ പറയുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്തതാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് കണ്ടവരും നമ്മുടെ ബന്ധുക്കാരുണ്ട്, കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ വന്ന് മാർക്കറ്റൊക്കെ അവരിവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ് കമ്പി എല്ലാം മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ അതിനകത്ത് തൃപ്തനാണ്. അവിടെ ഇരുന്ന് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും ഇതിനകത്ത് ഭയങ്കര തൃപ്തനാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓരോ വർക്കുകൾ അപ്പോൾ ഫൗണ്ടേഷൻ തൊട്ട് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് വന്ന് കട്ടള വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഓരോ വർക്ക് തീരുന്നതനുസരിച്ച് ഓഫീസ് ബോയ് എനിക്ക് അപ്ഡേഷൻ തരുമായിരുന്നു. എല്ലാം വാട്സപ്പ് വഴി ഫോട്ടോകൾ ഷെയർ ചെയ്ത് എല്ലാ സ്റ്റേജും തരും. കട്ടള വെച്ചു, അത് കഴിഞ്ഞപ്പോൾ അതിന്റെ സ്റ്റേജ് അടിയിലത്തെ ഫൗണ്ടേഷൻ തൊട്ട് തുടങ്ങി എല്ലാം. കട്ടളയ്ക്ക് മാത്രം ഞാനിവിടെ ഉണ്ട്, ബാക്കി ഒന്നും ഞാനില്ല. എല്ലാം അപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ഞാൻ ഫിനിഷിംഗ് സ്റ്റേജിലാണ് വരുന്നത്. ലാസ്റ്റ് ഫിനിഷിംഗ് പെയിന്റിങ് നടക്കുമ്പോഴാണ് ഞാനിവിടെ എത്തുന്നത്. ഒരു 2 ആഴ്ച മുന്നേ. അത് കഴിഞ്ഞ ഒരാഴ്ച ഇത്. അപ്പോൾ പുള്ളി ഓരോന്നും അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഓരോരോ അപ്ഡേഷൻ ഫോട്ടോകളാണ് വന്നുകൊണ്ടിരിക്കും. എല്ലാം പുള്ളിയുടെ അഭിപ്രായമാണ്, ഐഡിയ ആണ്. ഈ കോമ്പൗണ്ട് വാളും എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി അതിൽ വെച്ചതും ഗേറ്റും എല്ലാവർക്കും ഇതിപ്പോ ഒരു 6 സെന്റ് അല്ലേ? അപ്പൊ അതിനകത്ത് ആ ഒരു രീതിയിലുള്ള ഡിസൈനിങ് വേണമല്ലോ. അത് നമ്മൾ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞ 6 സെന്റ്. അപ്പോൾ ഓഫീസ് ബോയ് ഇവിടെ വന്ന് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 4 ബെഡ്റൂം
തീരെ ചെറുതല്ല, എന്നാൽ വീട് ഒതുങ്ങി നിൽക്കണം. ഇപ്പം എനിക്കിവിടെ ഈ കിണറൂടെ വരുന്നതുകൊണ്ട് പെര ഒത്തിരി വലുതാകത്തില്ല. അപ്പോൾ പുള്ളി അതേ അത്യാവശ്യം നല്ല ഫ്രണ്ടേജും ഉണ്ട്. അങ്ങനെ പുള്ളി ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഈ ചിമ്മിനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചിമ്മിനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം പുറത്തുനിന്ന് ഒരു മനുഷ്യനെ അറിയത്തില്ല ചിമ്മിനിയാണ്. ഒരു മനുഷ്യനെ അറിയത്തില്ല ചിമ്മിനിയാണോന്ന് എല്ലാവരും ചോദിച്ച ലാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ യൂണിക് ബിൽഡേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.